ഇതിനുണ്ടാകുന്ന ഒരു സന്തോഷം ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഞങ്ങള് സംഭവം ഒരു പള്ളിയിലേക്കാ വന്നേക്കണേ. എന്തായാലും മിടുക്കി പിള്ളേരുണ്ടാ, കാരണം ഇവിടെ ഒരു 100-150 കോഴികളുണ്ടെന്ന്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് അപ്പൊ ഇന്ന് രാവിലെ തന്നെ കായംകുളമല്ലല്ലോ, ഉഷു ഇന്ന് എവിടെയാ പോണടി? കുന്നംകുളത്തേക്ക് പോകണ്ടോ? അവിടെ 2 പിള്ളേര് നടത്തുന്നൊരു കോഴി ഫാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ഉണ്ട്. അപ്പോൾ അതെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നലത്തെ വെട്ടൽ കുറിക്കലിന് ശേഷം ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടില്ല. കേക്കണുണ്ടോ ആവോ ചേട്ടാ? ഇവിടെ ക്ലീൻ ആക്കിയിട്ടില്ലായിരുന്നു, വെട്ടിക്കോട്ടി ഇട്ടിട്ട്. അപ്പൊ എനിക്ക് ഇവിടെ പഠിപ്പിച്ചിടാൻ പറ്റില്ലേ? ഇവിടെ ആകെ ഇതായിട്ട് കിടക്കണം. നോക്കട്ടെ. ഓക്കെ. ഞാനിപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് പോന്ന് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിട്ടെന്ന്. അപ്പോൾ എന്തായാലും വന്ന് ഇപ്പോഴേ തൃശ്ശൂർ കുന്നംകുളം റോഡിലുള്ളത്. അപ്പോൾ എനിക്കൊരു സംശയം തോന്നുകയാണ്. ഇത് കണ്ടോ, നമ്മുടെ ഈ റോഡ് ഫുള്ള് കോൺക്രീറ്റ് ആണ്. ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ കുറേ ദൂരം കോൺക്രീറ്റ് ചെയ്തേക്കാണ് ഫുള്ള് റോഡ്. ശരിക്കും പറഞ്ഞാൽ ഇത് സേഫാണോ? ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. കാരണം കാറിട്ട റോഡ്, റബ്ബറൈസ് റോഡല്ലേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സേഫ്. ഇത് സ്ലിപ്പായൊക്കെ പോയില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യണതെന്ന് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ജമിനിയോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുന്ന ഉത്തരം പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. നിങ്ങളിൽ കുറേ പേര് ഇത് അറിയുന്ന ആൾക്കാരുണ്ട്. ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുറേ ഏരിയ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇത്ര വലിയ റോഡ് കാണുന്നത് എന്തോരം നീട്ടത്തിലാണെന്നറിയോ? ഇപ്പോൾ ഞാൻ കോൺക്രീറ്റ് റോഡ് ഇവിടെ കണ്ടത്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഒരു ഉപ്പേരി ഉണ്ടാക്കണം കേട്ടാ. എന്താ ഇത് ആർക്കെ ഉണ്ടാക്കണം അമ്മ? ശിവനാ? ശിവന് ഇഷ്ടാണോ? ഉരുളക്കിഴങ്ങനെ തരാട്ടാ. അമ്മ എടുക്കാം. അപ്പം അങ്ങനെ ഞാൻ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടാ. ഇവന്മാരുടെയൊക്കെ വീഡിയോ എടുക്കാനാണ് വന്നേക്കുന്നത്. എല്ലാവരും കൂട്ടില്ല, അഴിച്ചു വിട്ടിട്ടില്ല. ചേച്ചി ഇവിടെ ഉണ്ട്, ഒരു മോൾ ഇവിടെ ഉണ്ട്, ഒരു മോൾ അവിടെ ഉണ്ട്. ഇവരൊക്കെ കൂടിയാണ് വളർത്തുന്നത്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാനാണ് വന്നേക്കണേ. ഇക്കോൺ മീഡിയയിൽ പോയി കണ്ടോളൂ. ഇവരുടെ ഇവിടുത്തെ കോഴിക്കോട് സെറ്റപ്പ് ഇതാണ് കേട്ടോ. ഇവിടെ ഉണ്ട് ഒരു കൂട്. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ സെപ്പറേറ്റ് കൂടുകളായിട്ട് കോഴികൾക്ക് കൊടുക്കാൻ തീറ്റയൊക്കെ വെച്ചാൽ കണ്ടോ. നിർത്തിവെച്ചൊക്കെ അവിടെ ഇടയ്ക്ക് ആയിട്ട് അഴിച്ചു വിട്ടിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ അഴിച്ചു വിടും. അപ്പോൾ എല്ലാവരും കൂടി വന്ന് കുത്തിപ്പറക്കി തിന്നു. ഇവരാണ് ഇവിടുത്തെ കോഴീനെ വളർത്തുന്ന ആൾക്കാർ. അപ്പോൾ ഓൾറെഡി ഇവിടുത്തെ വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോവാണ്. അപ്പോൾ എന്നാലും ഇവരൊന്ന് പരിചയപ്പെടുത്തിയാൽ. എൻ്റെ പേര് അന്വയ, ഞാനിപ്പോൾ +1 കഴിഞ്ഞിട്ടിരിക്കുകയാണ്. എൻ്റെ പേര് അവന്തിക, ഞാനിപ്പോൾ +2 കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും മിടുക്കി പിള്ളേരുണ്ടാ, കാരണം ഇവിടെ ഒരു 100-150 കോഴികളുണ്ടെന്ന്. എല്ലാത്തിനും തീറ്റ കൊടുക്കാനും എല്ലാത്തിനും സെയിൽ ചെയ്യാനും എല്ലാത്തിനും മുമ്പിലാണ് 2 പേരും. അമ്മ അവിടെ ഉണ്ട്, പ്രിയ ചേച്ചി. അമ്മയും ഭയങ്കര സപ്പോർട്ടാണ്. അച്ഛൻ വേണുചേട്ടൻ പുറത്താണ്. ആ വേണുചേട്ടൻ ഞാൻ മുമ്പൊരു ദിവസം ചോദിച്ചിരുന്നു വേണുചേട്ടനോട്. ഇവരുടെ മുമ്പൊരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഇവരൊരു വീഡിയോ ചെയ്യട്ടേന്നൊക്കെ ചോദിച്ചു. പിണ്ടിയെ കൊണ്ടുവച്ചാൽ കോഴിക്ക് കൊടുക്കാനാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം വേണുചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. എന്തായാലും ഭയങ്കര ഹാപ്പിയായി. ഒരു നാടൻ രീതിയിലുള്ള കോഴി വളർത്തൽ. അപ്പം ഇനി ഇവിടുന്ന് പോവാം. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ടാവും. വന്ന വഴിക്ക് ജീരകസോളം കുടിക്കാൻ വേണ്ടി നമ്മുടെ പാലിയേക്കര ടോളൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. ഇവിടെ മിൽമ ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ അവിടെ കയറിയേക്കാണ്. അല്ല, കയറിയതാണ്. 2 ജീരകസോളം കുടിച്ചു.
നേരെ പോണം. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ, തലയുടെ മുകളിൽ. പോട്ടെ. അപ്പോൾ വന്ന വഴിക്ക് വർഗീസൻ്റെ ബാഗ് കടയിൽ കയറിയൊക്കെ നമ്മുടെ സ്റ്റീവിന് വേണ്ടി ഒരു കുഞ്ഞ് ബാഗ് മേടിക്കാം. ഈ സ്പൈഡർമാൻ ഇതാണ് എടുത്തേക്കുന്നത്. ഇത് എത്രയെന്ന് പറഞ്ഞാൽ 390 രൂപ. വേറെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതാണ് ഇച്ചിരി ബെറ്റർ എന്ന് തോന്നുന്നു. നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ ഷോപ്പ്. ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മൾ മുമ്പ് പെട്ടിയൊക്കെ മേടിക്കുന്നത്. ഇതാണ് നമ്മുടെ വർഗീസേൻ്റെ ബാഗ് കട, കോട്ടാറ്റ്. അപ്പം അങ്ങനെ സണ്ണിചേട്ടൻ എത്തിപ്പോയി. എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. ബാഗ് നോക്കട്ടെ. സൂപ്പർ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സ്പൈഡർമാൻ്റെ ഫാൻ. എത്ര രൂപ? 390 രൂപ. സ്റ്റീവിന് ഇതുവരെ ഞങ്ങൾ ബാഗൊന്നും മേടിച്ചിട്ടില്ല ചേട്ടാ. പ്ലേ സ്കൂളിൽ പോകണമെങ്കിലും അവൻ്റെ ഒരു ലഞ്ച് ബാഗ് കൊണ്ടാണ് പോണേ. അപ്പൊ ആൾക്ക് ഇങ്ങനെ 2 സൈഡിൽ ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. പിന്നെ ചെറുതുണ്ടായിരുന്നു, ഇത് വേണം, അല്ലെങ്കിൽ പക്ഷെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ചെറുതൊരു ഭംഗിയില്ല. ഓ, ഇന്നാളുടെ സന്തോഷം വേറെ ആയിരിക്കും. 390 കിട്ടുന്ന 390 എന്താ വില? പക്ഷെ നല്ല ബാഗാന്ന് തോന്നല്ലേ? അല്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കുന്ന ബാഗ് നല്ല സൂപ്പർ ബാഗ് ഉണ്ടോ. അപ്പൊ അങ്ങനെ വീഡിയോ എടുക്കൽ കഴിഞ്ഞു. വീഡിയോ ആയിരുന്നു കേട്ടോ. ആണല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ എന്താണ് 2 കോഴി എടുത്തായിരുന്നു. അവിടുത്തെ എന്തെങ്കിലും വിശേഷങ്ങൾ കാണിച്ചായിരുന്നോ വീഡിയോയില്? അങ്ങനെയല്ല, നമുക്ക് വൈഡ് ലോക്സിന് വേണ്ടി ആണോ? ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഞാനിവിടെ അടിച്ചു വാരൽ തുടക്കൽ പണികളിലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ബാക്കി പരിപാടികളൊക്കെ ചേട്ടൻ വരുമെങ്കിൽ തീർക്കാന്ന് വിചാരിച്ചു. പക്ഷെ തീർന്നില്ലേ. ബാ, വെള്ളം കുടിക്കട്ടെ. വെള്ളം എന്തെങ്കിലും ഇപ്പം ഉണ്ടാകും, ഉണ്ടാക്കിയിട്ടില്ല. വായോ. ഗ്രേസിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കളിക്കാൻ പോയിട്ടാ. അപ്പം അങ്ങനെ സ്റ്റീവിനെ എടുക്കാൻ പോകണ്ട. സ്റ്റീവിനെയും ഗ്രേസിനെയും. എനിക്ക് സ്റ്റീവിനെ ബാഗ് കാണിക്കുമ്പോൾ സ്റ്റീവിന് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. വിഷമമില്ല, ആൾക്കറിയാം അവൻ ഇതുവരെ മേടിച്ചിട്ടില്ല എന്ന്. കൊച്ചിന് അങ്ങനത്തെ ഫീലിങ്സ് ഇല്ല ചേട്ടാ. ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ആൾക്ക് നമ്മൾ മേടിച്ചു കൊടുക്കാറുള്ളതല്ലേ. സമയം കോഴിക്കോട്ടിലൊക്കെ പോയി വന്നത് എന്തിട്ടത് അവശത. അവിടെ നിന്ന് വന്ന് ഭക്ഷണം കഴിച്ച് വീണ്ടും പോയി ആകെ കരിവാളിച്ചു പോയി പെട്ടെന്ന്. എന്തൊരു വെയില് കാരണം മാസ്കോ എന്തെങ്കിലും മുഖത്ത് വെച്ചൂടെ. കോഴിക്കോട്ടിൽ പോകുമ്പോ കറുത്ത കൈയൊക്കെ കറുത്തു കരിവാളിച്ചു അങ്ങോട്ട് നോക്കിയേ. എന്തേലും മീത മറ്റു സാധനം കിടന്നിട്ട് കേട്ടാ. ആരോഗ്യമുള്ള ശരീരത്തിന് കറുപ്പ് കളർ വരുള്ളൂ. അതൊക്കെ ശരിയാ. പറയാനും കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. മേത്തൊക്കെ നിറച്ച് പൊടിയാ. വാ, എന്റെ പണി പകുതിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ വന്നെ. അല്ല വേണ്ട, ചേട്ടൻ വായി. എന്തായാലും ചേട്ടൻ വന്നല്ലേ. ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് വിചാരിച്ചേ. പിന്നെ ചേട്ടൻ വന്നപ്പോ എന്നുണ്ടോന്ന് വെച്ചപ്പോ എന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് ആസ്വദിച്ചു പോവാം. വെയിലത്ത് കരിഞ്ഞ് എന്തേടാ അത്? കോക്രോച്ചിനെ കൊല്ലണ സാധനം. അപ്പൊ അങ്ങനെ ഞങ്ങള് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നേക്കാണേ. കോക്രോച്ച് എന്നിട്ടാ സിസേഴ്സ് പിന്നെ കത്രിക. അപ്പൊ ഇത് ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തിയിട്ടാ ഗ്രേസിനോട് പറഞ്ഞു എന്തിട്ടാണ് സർപ്രൈസ് എന്ന്. ക്യാരക്ടർ അറിയാം. പൊട്ടിച്ചേരാ, നമുക്ക് അത് സർപ്രൈസ് എടുക്കാം. ചെരുപ്പ് ഷൂസ് ഊര് ആദ്യം. ചേച്ചി സർപ്രൈസ് തരാൻ പോവല്ലേ? ഗ്രേസ് ആണ്. ഇനി സർപ്രൈസ് കൊടുത്തിട്ടാവാം. ലൈറ്റ് ഒക്കെ ഇടട്ടെ. എവിടെ ചേട്ടൻ എവിടെ? ഞാൻ സർപ്രൈസ് ഗ്രേസിന് കൊടുക്കും. ഇഷ്ടായ സീവിന് വേഗ പുറത്തിട്ട് തന്നെ നീ സ്കൂളിലേക്ക് ഇങ്ങനെ പോവാ.
ഞാൻ കഴിയട്ടെ. ഇങ്ങനെ കൊച്ചു സ്കൂളിൽ പോവാ. ടൈറ്റ് ചെയ്യണം. ആ കൊച്ചിന്റെ ലഞ്ച് ബാഗൊക്കെ വെക്ക്. എനിക്കിത് വേണ്ടാന്ന്. സന്തോഷായി. കൊച്ചിന്റെ ഗ്രേസിന് ഇഷ്ടായ? ബോക്സ് ലഞ്ച് ബോക്സ് ഒക്കെ ഇതിൽ വെക്കും. അതില്ല അതില്ല, ഇനി ഓറഞ്ചോളൂ. ഇല്ല ഇനി വേറെ ഇല്ല. എന്തൊരു ചെയ്യണമെന്നൊരു കൊടുത്തല്ലേ. അത് അവിടെ കൊണ്ട് വയ്ക്കും, റൂമില് എടുത്ത് വയ്ക്കും. പോയി ബാഗ് കൊണ്ട്. സന്തോഷം ചാട്ടം. ഞങ്ങള് സംഭവം ഒരു പള്ളിയിലേക്കേണ്ട വന്നേക്കണേ. സൂര്യൻ അസ്തമിക്കുന്ന നേരം. നല്ല രസം. അവിടുന്ന് സൂര്യൻ അസ്തമിക്കണേനും. പള്ളിയുടെ ഫ്രണ്ട് വശവും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, സൂര്യപ്രകാശം അടിക്കുമ്പോ. ഈശോനെ